ഒരു സൂചന അല്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു ഇത്തരത്തിൽ പാചകവാതക വിലയടക്കം ഉയരുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ വാണിജ്യ സിലിണ്ടറിന് ഇത്തരത്തിൽ വില വർധനവ് ഉണ്ടായത്. ഇപ്പോൾ അത് ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയിൽ കൂടി അത് ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് പ്രധാനമായും ഈ ഒരു പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ ഒരു സംഘർഷമാണ് ഈ ഒരു വില വർധനവിന് പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് നമുക്ക് ഈ ഒരു യുദ്ധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു വില വർധനവിനടക്കം ഇത് ബാധിക്കും, ഈ യുദ്ധം ഈ ഒരു വില വർധനവിനെല്ലാം ബാധിക്കും, സാധാരണക്കാരുടെ ജീവിതത്തിലെ അടക്കം ബാധിക്കും എന്നൊരു ആശങ്ക നേരത്തെ തന്നെ നിലനിന്നിരുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്നു മുതൽ ഈ ഒരു വില വർധനവ് പ്രാബല്യത്തിൽ വരും. 60 രൂപയാണ് ഇത്തരത്തിൽ ഗാർഹിക സിലിണ്ടറിനെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അതുപോലെ തന്നെ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിലും ഈ ഒരു വർധനവുണ്ട് എന്ന് പറയാം. കഴിഞ്ഞ മാസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിച്ചിരുന്നത്. ഇപ്പോൾ 60 രൂപയാണ് ഗാർഹിക സിലിണ്ടറിന് വില വർധനവുണ്ടായിരിക്കുന്നത്. 853 രൂപയായിരുന്നു നേരത്തെ ഗാർഹിക സിലിണ്ടറിൻ്റെ വില എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 60 രൂപ കൂട്ടിക്കൊണ്ട് 913 രൂപയാണ്. കേരളത്തിൽ ഈ ഒരു ഗാർഹിക സിലിണ്ടറിൻ്റെ വില എന്ന് പറയുന്നത് 922 രൂപയായിരിക്കും കേരളത്തിൽ ഗാർഹിക സിലിണ്ടറിൻ്റെ വില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാണിജ്യ സിലിണ്ടറിനും വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. 115 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില എന്ന് പറയുന്നത്. വാണിജ്യ സിലിണ്ടറിന് 1890 രൂപയായിരിക്കും വാണിജ്യ സിലിണ്ടറിന്റെ വില എന്ന് പറയുന്നത്. 922 രൂപയായിരിക്കും കേരളത്തിൽ ഗാർഹിക സിലിണ്ടറിന്റെ വില എന്ന് പറയുന്നത്. തീർച്ചയായും നേരത്തെ കാർത്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സാധാരണക്കാരെ അടക്കം വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഉയരുന്ന ഒരു പ്രധാനമായ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇത്തരത്തിൽ വില വർധനവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ ബൾക്കായിട്ട് തന്നെ ഈ ഒരു ഗാർഹിക സിലിണ്ടറും അതുപോലെ തന്നെ വാണിജ്യ സിലിണ്ടറും ബൾക്കായിട്ട് തന്നെ വാങ്ങാനുള്ള ഒരു സാഹചര്യം സാഹചര്യത്തിൽ തന്നെ ഈ ഒരു പാചകവാതകത്തിൻ്റെ ഒരു ക്ഷാമം ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ആശങ്ക പൂർണ്ണമായും കേന്ദ്രം തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിലൊരു പാചകവാതക ക്ഷാമം ഉണ്ടാകില്ല രാജ്യത്ത് എന്നതടക്കമുള്ള കാര്യമാണ്. ഈ ഒരു ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് കേന്ദ്രം പൂർണ്ണമായും പറയുന്നത്. എന്നിരുന്നാലും ഈ ഒരു പശ്ചിമേഷ്യയിൽ ഈ ഒരു യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ ഒരു വില വർധനവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് എന്ന് പറയുന്നത്. 11% ഇത്തരത്തിൽ വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സംഘർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ പാചകവാതക വില ഉയരുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ 11% ഈ ഒരു വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചത് തന്നെ ഈ ഒരു പ്രധാനമായും ഈ ഒരു ഗാർഹിക സിലിണ്ടറിനും അതുപോലെ തന്നെ പാചകവാതക വില വർധനവിനൊരു സാധ്യതയുണ്ട് എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചതോടുകൂടി തന്നെ ഈ ഒരു ഗാർഹിക സിലിണ്ടറിനും ഇനിയും വില വർദ്ധിക്കാനുള്ള പാചകവാതക വില വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വില വർധനവിനോടൊപ്പം തന്നെ പാചകവാതക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ക്ഷാമത്തിനും ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും തന്നെ കേന്ദ്രം തള്ളുന്നൊരു സാഹചര്യമാണുള്ളത്. എന്നിരുന്നാലും ഇന്നു മുതൽ ഈ ഒരു പുതുക്കിയ പാചകവാതക വില വർധനവ് പ്രാബല്യത്തിൽ വരികയാണ്. 60 രൂപയാണ് ഗാർഹിക സിലിണ്ടറിൻ്റെ വില വർധനവ് എന്ന് പറയുന്നത്. അത് കേരളത്തിൽ വരുമ്പോൾ 922 രൂപയായിരിക്കും. 853 രൂപയായിരുന്നത് ഇപ്പോൾ വില വർധനവോടുകൂടി 922 രൂപയാണ് ഗാർഹിക സിലിണ്ടറിൻ്റെ വില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില എന്ന് പറയുന്നത് 115 രൂപയാണ് വർധനമുണ്ടായിരിക്കുന്നത്. 1890 രൂപയായിരിക്കും വാണിജ്യ സിലിണ്ടറിന്റെ വില എന്ന് പറയുന്നത്. കാർത്തു, അതുപോലെ തന്നെ ഈ വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഈ വർധനവ് ഹോട്ടൽ, അതുപോലെ തന്നെ റെസ്റ്റോറന്റ്, ചെറുകിട വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഒരു തിരിച്ചടി ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ആളുകൾ ഈ ഒരു വില വർധനവ് നേരത്തെ തന്നെ ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ തന്നെ ആളുകൾക്കെല്ലാം ആശങ്കയുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഈ ഒരു പാചകവാതക സിലിണ്ടറിൻ്റെ വില വർധനവോട് കൂടി തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ബൾക്കായിട്ട് ആളുകൾ ഈ ഒരു പാചകവാതകം വാങ്ങാനുള്ളൊരു സാഹചര്യം ആണ് പ്രധാനമായും ഉയരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത്. ഇത് ഇത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഇത്തരത്തിൽ ഈ മേഖലകളിലെല്ലാം ബാധിക്കാനുള്ളൊരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ ആളുകൾ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ അത് മറ്റ് ആളുകളെ കൂടി ഈ ഒരു സാധാരണക്കാരെ എല്ലാം വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഹോട്ടലിലടക്കം ഈ ഒരു കൊമേഴ്ഷ്യൽ വാതകത്തിൻ്റെ വില വർധനവും ഇത്തരത്തിൽ ഒരു ബൾക്കായിട്ടുള്ള ഒരു വാങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അത് ഇത്തരത്തിലൊരു ക്ഷാമത്തിലേക്ക് തന്നെ നയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കാര്യം പൂർണ്ണമായും തന്നെ കേന്ദ്രം അല്ലെങ്കിൽ സർക്കാർ തള്ളുന്ന ഒരു ഇതാണ്.
നൽകുന്നതാണ്. ഇത്തരത്തിലൊരു ക്ഷാമം ഉണ്ടാകില്ല, അത് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കില്ല എന്ന പൂർണ്ണമായ ഒരു ഉറപ്പാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നിരുന്നാലും നമുക്കൊരു ആശങ്കയുണ്ട്, ഇത്തരത്തിലൊരു സാധാരണക്കാരുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ തന്നെ ഇത് ബാധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്, ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നമുക്കൊരു ഉറപ്പാണ് ലഭിക്കുന്നത്, ഇത്തരത്തിലൊരു പാചകവാതക വിലയുടെ അല്ലെങ്കിൽ പാചകവാതകത്തിന്റെ ഒരു ക്ഷാമം ഉണ്ടാകില്ല എന്നൊരു പൂർണ്ണമായി ഇത്തരത്തിലൊരു ആശങ്ക തന്നെ വേണ്ട എന്നതാണ് കേന്ദ്രം ഉറപ്പ് നൽകുന്നത്. കാർത്തു. ശരി, എന്തായാലും രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. എന്തായാലും പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക സംയുക്ത ആക്രമണമൊക്കെ ഈ ഒരു വാണിജ്യ സിലിണ്ടറിന്റെ അല്ലെങ്കിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ അടക്കം വില വർധനയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നു. അതുകൂടാതെ തന്നെ വാണിജ്യ സിലിണ്ടറിന്റെ അടക്കം വിലയിലും വർധനവുണ്ടായത് ഈ ഹോട്ടൽ, റെസ്റ്റോറന്റ്, അതുപോലെ തന്നെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വലിയൊരു തിരിച്ചടിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വാണിജ്യ സിലിണ്ടറിന് യാതൊരു ക്ഷാമവും ഉണ്ടാകില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് എന്തായാലും ഉണ്ടാകുന്നു. ദീപ്തി ഗോപകുമാറാണ് വിവരങ്ങൾ നൽകിയത്.